ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്നും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ച് ബിജെപിയുടെ പ്രകടന പത്രിക. ഭീകരവാദത്തോട് സന്ധിയില്ലെന്നും കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. राष्ट्रवाद ये हमारी प्रेरणा है, अंत्योदय ये हमारा दर्शन है और सुशासन ये हमारा मंत्र है. വികസ്വര രാജ്യമായ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന വാഗ്ദാനം. സങ്കൽപ് പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്നും പറയുന്നു. ശബരിമലയിൽ വിശ്വാസവും ആചാരവും സംരക്ഷിക്കുമെന്നും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുമാണ് മറ്റൊരു വാഗ്ദാനം. सभी संभावनाओं को तलाश करेंगे और हमारा यह प्रयत्न होगा कि जल्दी से जल्दी सौहार्दपूर्ण वातावरण में भव्य राम मंदिर का निर्माण हो जाए. 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ നൽകും. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 1 മുതൽ 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും. പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഭരണഘടനാ ഭേദഗതി വരുത്തും. മുത്തലാഖ് നിരോധനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രകടന പത്രികയിലുണ്ട്. വലിയ വാഗ്ദാനങ്ങളോ പുതിയ വാഗ്ദാനങ്ങളോ അല്ല, തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണ തുടർച്ച തേടുകയാണ് ബിജെപി. ഡൽഹിയിലെ ബിജെപി കേന്ദ്ര ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18.